ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ വീടുകളിലും ഓഫീസുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നുണ്ട്. വീടുകളിൽ കൂടുതലായിട്ട് കോർട്ട്യാർഡ്സ് വരുന്നുണ്ട്. ഓഫീസ് സ്പേസസിലാവുമ്പോൾ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ടാണ് ഒരുവിധം എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പേസുകളിലൊക്കെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രീനറി എല്ലാവരും കൊണ്ടുവരുന്നത്. വെച്ച് ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും ഒരുവിധം എല്ലാവർക്കും അതൊരു തലവേദനയായിട്ട് നമ്മൾ കാണാറുണ്ട്. ചെടിച്ചട്ടിയിൽ കൊള്ളാവുന്ന ഒരു വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ചെടിയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ കാലത്തും വെള്ളമൊഴിക്കും, വൈകിട്ടും വെള്ളമൊഴിക്കും. പക്ഷെ അത് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ വീടിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഓഫീസിൻ്റെ അകത്താണ് അതിരിക്കണേന്നുള്ളതിനെ കുറിച്ച് അധികാരം ചിന്തിക്കേണ്ടാവില്ല. അത് പലപ്പോഴും ചെടികൾ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ആണ് കൂടി വരുന്നത്. ശരിക്കും ഇൻഡോർ പ്ലാന്റ്സ് സ്പ്രേയിങ് ആണ് ഏറ്റവും നല്ല മെത്തേഡ്. അത് നമ്മൾ ചെടിച്ചട്ടിയിലൊന്ന് തൊട്ട് നോക്കി അതിനാവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വെള്ളം കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ഡെയിലി പ്രോസസ്സിൽ കാലത്തും വൈകിട്ടും നനയ്ക്കുക എന്നുള്ള രീതി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ട. പിന്നെ കോർട്ട്യാർഡുകളിലും ഇതേ സിസ്റ്റം തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ കോർട്ട്യാർഡുകളിൽ വെക്കുന്ന പ്ലാന്റ്സ് ഒരേ തരത്തിലുള്ള പ്ലാന്റ്സ് അല്ല നമ്മൾ കൂടുതലും എല്ലാവർക്കും ഒരു തിക്കായിട്ടുള്ള പ്ലാന്റിങ് രീതിയാണ് താല്പര്യം. ഒരു വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റൈലാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആ തിക്കായുള്ള പ്ലാന്റിങ് രീതിയിൽ പല പ്ലാന്റ്സിനും പല രീതിയിലാണ് വേണ്ടത്. നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള വെളിച്ചവും വായുവും അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെയാണ് ആ പ്ലാന്റ്സ് അവിടെ നല്ല രീതിയിൽ നിന്ന് പോവുള്ളൂ. ഒരുവിധം എല്ലാ വീടുകൾക്കും കോർട്ട്യാർഡ്സിന് കുറച്ചും കൂടി ഓപ്പൺ സ്പേസുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അവിടേക്ക് ഒന്നുകിൽ ഗ്ലാസ് ആയിരിക്കും അതിൻ്റെ ടോപ്പിൽ വരുന്നത്, അല്ലെങ്കിൽ സൈഡ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ എയറും വെളിച്ചവും എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന രീതി ഒന്ന് ഗ്രോ ലൈറ്റ്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇരുട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഗ്രോ ലൈറ്റ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അതവിടെ റെസിസ്റ്റ് ചെയ്ത് പോവും പ്ലാന്റ്സ്. പിന്നെ സൺ ട്യൂബ്, അത് നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്താലാണ് നമുക്ക് ഈ സൺ ട്യൂബുകളും കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെടിയൊക്കെ എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിൽ സൺ ട്യൂബുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോർട്ട്യാർഡ്സിൽ പ്ലാന്റ്സ് നിൽക്കും.